പാലക്കാട് കോടികളുടെ രാസലഹരി വേട്ടയിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. മണ്ണാർക്കാട് സ്വദേശി സലീമാണ് പോലീസിന്റെ പിടിയിലായത്. ലഹരിക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനും പ്രധാന സാമ്പത്തിക സ്രോതസ്സും ഇയാളാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേരളത്തിന് പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1.5 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളുമായാണ് ഇന്നലെ 4 അംഗ സംഘം പാലക്കാട് ഒലവക്കോട് വെച്ച് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീമിലേക്ക് എത്തിയ അന്വേഷണ സംഘം ഇന്ന് രാവിലെ മണ്ണാർക്കാട് വെച്ച് തന്നെ സലീമിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ നിന്ന് ആഡംബര കാറിൽ ലഹരി കോയമ്പത്തൂരിൽ എത്തിച്ചത് സലീമാണ്. തുടർന്ന് മറ്റൊരു കാറിൽ കോയമ്പത്തൂരിൽ നിന്ന് കാരിയർമാരെ ഉപയോഗിച്ച് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നതാണ് രീതി. ലഹരിക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനും പ്രധാന സാമ്പത്തിക സ്രോതസ്സും ഇയാളെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. സലീമിനെതിരെ പാലക്കാടും കോയമ്പത്തൂരും സമാനമായ നിരവധി കേസുകളുണ്ട്. പ്രതികളിൽ ഒരാൾ ബിടെക് ബിരുദധാരിയാണ്. ഇയാളുടെ സാങ്കേതിക വൈദഗ്ധ്യം ലഹരിക്കടത്തിന് ഉപയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തി. ബിടെക് ബിരുദധാരിക്ക് അയാൾക്ക് ടെക്നോളജി ശരിക്കും അറിയാവുന്നതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിയിരുന്നു സലീം. വാട്സപ്പ്, ഇൻസ്റ്റ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഈവൻ നമ്മുടെ ഫോൺ എയർപ്ലെയിൻ മോഡിൽ വെക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സഹായത്വമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് അവരെ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്, ഇതിൻ്റെ മാക്സിമം സോഴ്സ് വരെ ചെലുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 1 കിലോ MDMA, കൊക്കൈൻ, LSD സ്റ്റാമ്പ്, MD ടാബ്ലറ്റുകൾ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയാണ് പ്രതികളിൽ നിന്നും കണ്ടെത്തിയത്. പിടിയിലായ ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ, പങ്കാളിയായ മലപ്പുറം സ്വദേശി അബ്ദുൽ നാസർ, കോട്ടയം സ്വദേശി നിസിഹ്, ഡ്രൈവറായ ഷമീർ അഹമ്മദ് എന്നിവരെ റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിൽ സലീം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സലീം ലഹരി വാങ്ങുന്നതിന്റെ ഉറവിടം സംബന്ധിച്ചും കേസിൽ മറ്റു പ്രതികളുണ്ടോ എന്നതും വിശദമായി അന്വേഷിക്കും. ഇതിനായി കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, പാലക്കാട്.